ഇതാണ് നമ്മുടെ നായകൻ. നായകന്റെ പേര് ഡോണവൻ എന്നാണ്. ആളൊരു മോഡലും ആക്ടറും ആണ്. യുഎസിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ മാതൃഭാഷയായ തായ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അറിയത്തില്ല. ആൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഒരു കാര്യം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് ഒന്നും അധികം കാലം ഇവന്റെ കൂടെ നിൽക്കാറില്ല. നായികയുടെ പേര് പാം എന്നാണ്. ഒരു നഴ്സറി സ്കൂൾ ടീച്ചറാണ്. പാർട്ട് ടൈം ആയിട്ട് ഇന്റർപ്രറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അവൾ അവളുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ അമ്മ അവളെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിക്കും. അമ്മയ്ക്ക് അപ്പൂപ്പനുമായിട്ട് അത്ര നല്ല റിലേഷൻ അല്ല. അതുകൊണ്ട് തന്നെ വരുന്ന ഉടനെ ഗ്രാൻഡ് ഫാദറിന്റെ ബർത്ത്ഡേ ആണ്, അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വിളി തുടങ്ങുന്ന ഉടനെ കൂടുതൽ സംസാരിക്കാൻ അമ്മ സമ്മതിക്കത്തില്ല. അതിന് പകരം അവരുടെ ഏജൻസിയിലെ മോഡലിന് വേണ്ടിയിട്ട് ഇന്റർപ്രറ്റർ ആയിട്ട് ചെല്ലണം, നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ പാം പിറ്റേ ദിവസം ഡോണവന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ചെല്ലും. അവിടെ വെച്ചാണ് രണ്ടുപേരും പരസ്പരം ആദ്യമായിട്ട് കാണുന്നത്. കുറച്ചു നേരം അവിടെ നിൽക്കുമ്പോൾ തന്നെ അവന് ഭാഷ മനസ്സിലാവുന്നുണ്ടെന്ന് പാമ്പിന് മനസ്സിലാവും. ഫ്രണ്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് പോയിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇവളൊരു ഫോട്ടോ എടുക്കും. ഇത് കണ്ടോണ്ട് ഇവൻ വന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കും. എന്നിട്ട് ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് ഇത് കോൺഫിഡൻഷ്യൽ ആണ്, ഇത് പറഞ്ഞാലേ അറിയത്തുള്ളൂ, ഇയാൾ എന്താ സ്റ്റുപ്പിഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളെ വഴക്ക് പറയും. ഇത്ര റൂഡായിട്ട് പെരുമാറേണ്ട കാര്യമൊന്നുമില്ല, മര്യാദയ്ക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് ഇവളും തിരിച്ചു പറയും. ആ ദേഷ്യത്തിന് നിൽക്കുമ്പോഴാണ് പാമ്പിന് അമ്മയുടെ കോള് വരുന്നത്. ഇയാളുടെ കൂടെ പറ്റത്തില്ല, എനിക്ക് ഈ ജോലി വേണ്ട എന്ന് ഇവളിങ്ങനെ പറയുമ്പോഴത്തേക്കും അവനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് ചെല്ലാനാണ് അമ്മ പറയുന്നത്. അത്യാവശ്യമായിട്ട് ചെല്ലണം, അവന് സ്ഥലങ്ങളൊന്നും അത്ര പരിചയമില്ല, അതുകൊണ്ട് നീ തന്നെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയും. ഇപ്പൊ ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്ദ. പുള്ളിക്കാരി പാമ്പിന്റെ അമ്മയുടെ ഏജൻസി ആയിട്ട് സൈൻ ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ കുറേ കണ്ടീഷൻസ് വെക്കും. കാരണം മിസ്ദ ഒരു ഡ്രാമ ക്വീൻ ആണ്, എന്ത് വന്നാലും അവരെ അവോയ്ഡ് ചെയ്യണം എന്ന് എല്ലാവരും ഇവരെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മിസ്ദ ആണെങ്കിൽ ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് ഒന്നും എനിക്ക് പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. കാരണം മോഡൽസിനെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പാമ്പിന്റെ അമ്മയുടെ കമ്പനി എന്ന് അവർക്ക് അറിയാം. അങ്ങനെ ഇവരത് കോൺട്രാക്ട് ഒക്കെ സമ്മതിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ചെയ്യാനായിട്ട് വരും. നോക്കുന്നുണ്ട് ഇവർക്ക് അതിന് സെലക്ട് ചെയ്ത മോഡൽസിനെ ഇഷ്ടപ്പെടുന്നില്ല. ഇവർ ചോദിക്കുന്നുണ്ട്, ആദ്യം ഓക്കെ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അവരെ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാനായിട്ട് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ക്യാൻസൽ ചെയ്ത് പോവുകയാണെന്നാണ് പറയുന്നത്. ഇവർ നഷ്ടം വരുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇവർ കുറേ പേരുടെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ടും ഇവർക്ക് ആരെയും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഡോണവന്റെ ഫോട്ടോയും ജെസിക്ക എന്ന് പറയുന്ന വേറൊരു മോഡലിന്റെ ഫോട്ടോയും കാണിക്കുമ്പോൾ അവരെ രണ്ടുപേരും ഇഷ്ടപ്പെടും. എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടെ വിളിച്ചു വരുത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മറ്റേ ഷൂട്ടിന്റെ ഇടയ്ക്കുന്ന് ഡോണവനെ വിളിച്ചോണ്ട് വരാനായിട്ട് പാമ്പിന്റെ അമ്മ അവളോട് പറയുന്നത്. ഇവര് വരാൻ താമസിക്കുന്നെന്നും പറഞ്ഞിട്ട് മിസ്ദ അവിടെ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ടാണ് ഡോണവൻ അവിടേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാനായിട്ട് പറയും. അപ്പോൾ ഇവന് അവിടെ വേറെ മാനേജർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ പാമ്പിനെയാണ് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത്. ജെസിക്ക എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, ഇവന്റെ പുറകെ നടക്കുകയാണ്. ഇവരവിടെ ചെല്ലുന്നുണ്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെസിക്ക വന്നിട്ട് പാമ്പിനോട് ചോദിക്കും, ക്രൂ മെമ്പർ അല്ലേ, ഒന്ന് മാറി നിൽക്കാമോ, ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ പക്ഷേ ഡോണവൻ അവളെ പോകാനായിട്ട് സമ്മതിക്കത്തില്ല. ഇവരെല്ലാം ഡോണവനെ ഡിനോ എന്നാണ് വിളിക്കുന്നത്. ഇയാളെ ഈ ഷൂട്ടിനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യത്തില്ലായിരുന്നു എന്ന് ഡിനോ ജെസിക്ക അടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പാമ്പിന് മനസ്സിലാവും. ഷൂട്ട് തുടങ്ങി കഴിയുമ്പം ജെസിക്ക ആണെങ്കിൽ കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കും. ഇത് കാണുമ്പോൾ മിസ്ദായ്ക്ക് ദേഷ്യം വരും. അവിടെ ചെന്നിട്ട് സംസാരമാവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ജെസിക്കയുടേതും മിസ്ദായുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് രണ്ടുപേരും വിട്ടുകൊടുക്കത്തില്ല. അവസാനം ഷൂട്ട് ഒരുവിധം കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് രണ്ടുപേരും ദേഷ്യം അടക്കി പിടിച്ച് തിരിച്ചു വന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. ഇവര് ഷൂട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ മിസ്ദ ആണെങ്കിൽ ഏജൻസിയിലെ ആളിനെ ഡിനോയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് പറയും, പിറ്റേ ദിവസം വേറെ ഷൂട്ടും കൂടിയുണ്ട്, റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ രാത്രി 8 മണിക്ക് ഒരു ഡിന്നർ ഉണ്ട്, രണ്ടുപേർക്കും കൂടി മീറ്റ് ചെയ്യണം, സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പം നല്ല ഉദ്ദേശമല്ല എന്ന് ഡിനോയ്ക്ക് മനസ്സിലാവും. എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെ പറയരുത്, ഒരുപാട് പേരെ പരിചയമുള്ള ലേഡിയാണ്, നിനക്കത് അവരെ പരിചയപ്പെട്ടിരുന്നാൽ നല്ലതേ വരത്തുള്ളൂ, ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കൺവിൻസ് ചെയ്യിക്കും. പാമ്പ് പോകാനായിട്ട് തുടങ്ങുന്നുണ്ടേ, ഒറ്റയ്ക്ക് പോകണ്ട, എനിക്കിവിടെ ഹെൽപ്പിന് വേറെ ആരും ഇല്ല, പാമ്പിന്റെ അമ്മ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയേക്കുവാണ്. അപ്പം ഡിനോയെ മാനേജ് ചെയ്യണമെങ്കിൽ പാമ്പുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ പാമ്പിനെ ഒറ്റയ്ക്ക് തിരിച്ചു വിട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തിരിച്ചു വരുന്നുണ്ട് എന്നോടായിരിക്കും ദേഷ്യപ്പെടുന്നതുകൊണ്ട് പാമ്പ് അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. അപ്പം പാമ്പിന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന പയ്യന്റെ പേരാണ് ആവൂദ്. അവനൊരു മിനി മാർട്ട് ഓണറാണ്, പാമ്പിന്റെ അടുത്ത ഫ്രണ്ടാണ്. അവള് രാത്രിയിൽ ഫോൺ വിളിച്ച് പറയും, ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുകയാണ്, ഗ്രാൻഡ് മദറിനെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിക്കണം, ഞാൻ കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോടാണ് ഹെൽപ്പ് ചോദിക്കുന്നത്. അങ്ങനെ ഇവൻ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കും. പാം റൂമിൽ ഇരിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് ആരോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവർ വന്ന് ഡെലിവറി ചെയ്തിട്ട് പോകും. അവൾ എന്തായാലും ഓർഡർ കൊടുത്തിട്ടില്ലായിരുന്നു. നോക്കുന്നുടനെ അത് ഡിനോ ആയിരിക്കുമെന്നും നേരത്തെ ക്ഷമ ചോദിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണെന്നും
പാമിന് മനസ്സിലാവും. ഡിനോ അങ്ങനെ ഏജൻസിയിലെ ആളുമായിട്ട് ഡിന്നറിന് ചെല്ലും. ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും മിസ്ദ അവിടേക്ക് വരുന്നുണ്ട്. ഇവൻ ആദ്യമേ പറയും നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനല്ല വന്നത്, പരിചയപ്പെടാനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് ഇയാൾ തിരിച്ചു പറയുന്നത്. ഇവർ വന്നിട്ട് ഇവന് പെർഫ്യൂം ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജെസിക്ക താഴെ നിന്ന് ഇത് കാണും. എന്നിട്ട് അവളും അവിടേക്ക് വരും. ഇത് മിസ്ദായ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റ് റൂമിൽ പോവാണെന്നും പറഞ്ഞിട്ട് ഡിനോ അവിടുന്ന് രക്ഷപ്പെടും. റൂമിൽ ചെന്നിട്ട് ഏജൻസിയിലെ ആളിനെ വിളിച്ച് പറയും എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞോ, ഞാൻ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ടെന്ന്. കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ജെസിക്ക ആണെങ്കിൽ ഏജൻസിയുടെ ആളുടെ കയ്യിൽ നിന്ന് സ്പെയർ കീ ഒക്കെ വാങ്ങിച്ചിട്ട് ഡിനോയുടെ റൂമിൽ വന്ന് തട്ടും. ഇവളാണെന്ന് അറിയുന്നുണ്ട്. അവൻ സ്റ്റെയർ കേസ് വഴി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പാമ്പിന്റെ റൂമിന്റെ സ്റ്റെയർ കേസിന്റെ അവിടെ വരുമ്പോൾ ബാലൻസ് പോയിട്ട് അവൻ വീഴാനായിട്ട് പോകും. സൗണ്ട് കേട്ട് പാമാണ് ചെന്നിട്ട് ഇവനെ രക്ഷിക്കുന്നത്. ജെസിക്ക പിന്നീട് വന്നിട്ട് പാമ്പിന്റെ റൂമിലാണ് തട്ടുന്നത്. ഇവരുടേതും രണ്ടും അടുത്തടുത്ത റൂമാണ്. ഞാനിവിടെ ഇല്ല, എന്നെ കണ്ടില്ല എന്ന് പറയാനായിട്ട് ഡിനോ പറയുമ്പോഴത്തേക്കും എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല എന്ന് പാം പറയും. അങ്ങനെയാണെങ്കിൽ ചെന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ജെസിക്ക ഹാൻഡിൽ ചെയ്ത് തിരിച്ചു വിടണമെന്ന് ഡിനോ പറയും. പാം ചെന്ന് പല രീതിയിൽ ജെസിക്കയെ പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഡിനോ ഇവളുടെ റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ട് ജെസിക്ക ഇവളുടെ റൂമിനകത്തേക്ക് ചെല്ലും. ജെസിക്ക അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പാമ്പിന്റെ കൂടെ ഒരുമിച്ചായിരുന്നു എന്നുള്ള രീതിക്കാണ് ഡിനോ പുറത്തേക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ ജെസിക്കയ്ക്ക് ദേഷ്യം വരും. പാമ്പിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഡിനോ വഴക്ക് പറയും. ആ ദേഷ്യത്തിന് ഇവള് തിരിച്ച് ഇവന്റെ റൂമിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഡിനോ പാമ്പിന്റെ റൂമിൽ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിക്കും. എന്നെ മൈൻഡ് ചെയ്യേണ്ട, ഇയാൾ ഉറങ്ങിക്കോളാൻ പറയും. അവള് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനെ അവിടെ കാണത്തില്ല. പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവൻ അവിടെ നിൽപ്പുണ്ടാവും. അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ചിന്തകൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് പാമ്പിന് മനസ്സിലാവും. ചെന്ന് അവനോട് ചോദിക്കും, ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്നുണ്ടെ എനിക്കങ്ങനെ പെട്ടെന്ന് ഉറക്കം വരാറില്ല, എനിക്കറിയാൻ വയ്യാത്ത സ്ഥലത്താണെങ്കിൽ ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റാറില്ല, തന്നെയല്ല ജെസിക്ക എൻ്റെ റൂമിലുണ്ടെന്ന് പറയും. അപ്പൊ ഇവന് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് ഏജൻസിയിലെ ആൾ പറഞ്ഞത് ഇവള് ഓർക്കും. എന്നിട്ട് അവനോട് ചോദിക്കും എന്തിനാണ് ഫേമസ് ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ അറിയണം അതുകൊണ്ടാണെന്ന് പറയും. പക്ഷെ ഇയാൾ എന്താണ് സോഷ്യലൈസ് ചെയ്യാത്തത്? ഫേമസ് ആകണം എന്നുള്ള ഒരാൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത്. അറ്റ്ലീസ്റ്റ് അറിയാൻ വയ്യാത്ത ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ, ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇവളിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞാൻ പിന്നെ എന്തിനാണ് ഇയാളുടെ ഇന്റർപ്രറ്റർ ആയിട്ട് വന്നത്, ഇയാൾക്ക് തായിയൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ടെ എനിക്ക് ഒരു മാനേജറെയാണ് ആവശ്യം എന്ന് പറയും. അപ്പം അമ്മ ഇവളെ ട്രിക്ക് ചെയ്ത് ഇവരുടെ കൂടെ നിർത്തിയതാണെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്രയും സ്ഥലത്തേക്കൊക്കെ അവനെ ഫോളോ ചെയ്യേണ്ടി വന്നത്. കുഴപ്പമില്ല, ഞാൻ അധികം നാൾ നിൽക്കുന്നില്ല, ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരിച്ചു പോകുന്നു ഇവള് പറയും. അപ്പം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു നഴ്സറി സ്കൂൾ ടീച്ചറാണെന്ന് പറയും. കുട്ടികളെ ഇഷ്ടമായിട്ടാണോ നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പാം പറയുന്നത് അതുകൊണ്ടല്ല, വൈകുന്നേരം ആവുമ്പോൾ പേരൻസ് കുട്ടികളെ വിളിക്കാനായിട്ട് വരുമ്പോൾ രണ്ട് കൂട്ടരുടെയും സന്തോഷം കാണാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അവർ പ്രിറ്റൻഷ്യസ് അല്ല, ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അന്നേരം കാണാനായിട്ട് പറ്റുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും അവന് ഇഷ്ടപ്പെടുന്നത്. പാം രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെ ഡിനോ അവിടെ ഒരു താങ്ക് യു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. പാം എന്നിട്ട് അമ്മയടുത്ത് ചോദിക്കും ഡിനോയ്ക്ക് ഒരു മാനേജറെ ആയിരുന്നു ആവശ്യം, എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞതെന്ന്. അമ്മ അവളോട് സോറി പറഞ്ഞിട്ട് അവളോട് പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ ബർത്ത്ഡേക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അപ്പൂപ്പന്റെ ബർത്ത്ഡേയുടെ അന്നാവും അമ്മയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മമ്മയും ഇവളും എല്ലാം കൂടെ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അപ്പൂപ്പനെ പുറത്തു കൊണ്ടുപോവാണ്. ഇവർ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് കാലമായി. ആക്സിഡന്റലായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത്. അന്നേരം അപ്പൂപ്പൻ അതുവഴി നടക്കുന്നുണ്ടെന്നെ ഒരു കുട്ടി വന്നിട്ട് ഏത് ഐസ്ക്രീമാണ് ഏത് ഫ്ലേവർ ആണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം അതിൻ്റെ കയ്യിൽ ഐസ്ക്രീമിന് കൊടുക്കാനുള്ള ഫുൾ പൈസ ഇല്ല. ബാക്കി പൈസ അപ്പൂപ്പൻ കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഓടിപ്പോവും. അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ നോക്കുന്നുണ്ടേ കാണുന്നത് ഈ കുട്ടി അവിടെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുന്നതാണ്. അന്നേരം പാമ്പിന്റെ അമ്മയും അങ്ങോട്ടേക്ക് വന്നിട്ട് ആ കുട്ടിയെ എടുത്ത് സംസാരിക്കും. കാലങ്ങൾക്ക് ശേഷം മോളെ കാണുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അപ്പൂപ്പന് വയ്യാതെ വരും. ഇത് കണ്ട് നാല് സൈഡിൽ നിന്ന് എല്ലാവരും ഓടി വരുമ്പോഴത്തേക്കും പക്ഷെ അപ്പൂപ്പൻ താഴെ വീഴാതെ പിടിക്കുന്നത് ഡിനോയാണ്. ഗ്രാൻഡ് മദർ അങ്ങനെ ഡിനോ എടുത്ത് താങ്ക്സ് ഒക്കെ പറയും. അപ്പോൾ അവനാണെങ്കിൽ ഇവർക്ക് ഫുഡ് വാങ്ങിക്കാനായിട്ട് പോകും. സംഭവം പറഞ്ഞ ആവൂതും അവിടേക്ക് വരും. ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ആവൂതാണ് ഗ്രാൻഡ് ഫാദറിന് കൊടുക്കാനായിട്ട് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ച് ഇവളെ ഏൽപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും അവൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. പാമ്പിനെ ആവൂത് ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഡിനോ അവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങിച്ച സാധനം കൊടുക്കാതെ അവൻ തിരിച്ചു പോകും. അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ ഹാർട്ടിന്റെ പ്രശ്നമാണ്, ബൈപ്പാസ് സർജറിക്കൊക്കെ റെഡിയാക്കിയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വന്ന് പറയും. അങ്ങനെ റൂമിലേക്ക് മാറ്റി കഴിയുമ്പോൾ അമ്മ ഗ്രാൻഡ് ഫാദറിനെ കാണാനായിട്ട് വരും. നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു എന്ന് ഇവളുടെ അമ്മ പറയും. അപ്പം അച്ഛൻ ദേഷ്യപ്പെടും.
ഒരു ഫോറിനറിന്റെ കൂടെയാണോ നീ ഇപ്പോൾ ജീവിക്കുന്നത്, അയാളെ പറ്റിച്ച് ജീവിക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. സർജറിയുടെ ചെലവൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടെന്ന് പാമ്പിന്റെ അമ്മ പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ വീണ്ടും ദേഷ്യപ്പെടും. എനിക്ക് നിന്റെ പൈസയുടെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണ്, ആരും ഇവളുടെ പൈസ വാങ്ങിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അമ്മ അവിടുന്ന് സങ്കടപ്പെട്ട് ഇറങ്ങും. അപ്പൊ സർജറിക്ക് ഒരു വലിയ എമൗണ്ട് വേണം, അത്രയും പൈസ ഇവരുടെ കയ്യിൽ ഇല്ല. അപ്പൊ വീടൊക്കെ പണയം വെക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അമ്മ പറയും ഞാൻ പൈസ ചെലവാക്കിക്കൊള്ളാം എന്ന്. ഗ്രാൻഡ് ഫാദർ പക്ഷെ സമ്മതിക്കത്തില്ല. നിന്റെ അച്ഛനെ മനസ്സിലാവും, ഒരു കാരണവശാലും, അതുകൊണ്ട് ഞാനത് സമ്മതിക്കത്തില്ല എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ പാം അവിടുന്ന് ആലോചിക്കാനായിട്ട് പോകും. പാം പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഡിനോ അവിടേക്ക് വരും. അവൻ പോയിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ താങ്ക്സ് ഒക്കെ പറയും അപ്പൂപ്പനെ രക്ഷിച്ചതിന്. യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ അപ്പൂപ്പനെ രക്ഷിക്കാനായിട്ട് പറ്റിയതെന്ന് പറയുമ്പോഴത്തേക്കും ഡിനോ പറയും അല്ല, ഞാൻ ഏജൻസിയിലെ ആളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇയാൾ ഇന്ന് എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഇയാളെ കാണാനായിട്ടാണ് വന്നതെന്ന് പറയും. എനിക്കൊരു മാനേജറുടെ ആവശ്യമുണ്ട്, ഇയാൾക്ക് പൈസയുടെ ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എൻ്റെ മാനേജർ ആകാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് ഡിനോ പറയും. അപ്പൊ എന്നോട് സിമ്പതി തോന്നിയിട്ടാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് പാം പറയുമ്പോൾ അതുകൊണ്ടല്ല, എൻ്റെ കാര്യങ്ങളെല്ലാം ഇയാൾ നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്, അതുകൊണ്ടാണെന്ന് ഡിനോ തിരിച്ചു പറയും. അത്രയും പൈസ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്ന പാമ്പിന് അതൊരു വലിയ ആശ്വാസമാണ്.